വെൽക്കം സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കർവ് ട്രാൻസ്ലേഷനെ പറ്റിയായിരുന്നു പറഞ്ഞത്. സോ കർവ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് സിമിലർ ടു ദാറ്റ് ഓഫ് റെക്ടിലിനിയർ ട്രാൻസ്ലേഷൻ. പക്ഷേ അതെന്ന് പറയുന്നത് ആ ഒരു പാർട്ടുകൾ അല്ലെങ്കിൽ അതൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഒരു കേർവ്ഡ് പാത്തിലൂടെയാണ് മൂവ് ചെയ്യുക. സോ കേർവ്ഡ് പാത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് റെക്ടിലിനിയറിനായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ ആയിട്ടായിരിക്കും എല്ലാം പറയുന്നത്. അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ആംഗുലർ ആക്സിലറേഷൻ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. സോ റെക്ടിലിനിയർ ട്രാൻസ്ലേഷൻ്റെയും അല്ലെങ്കിൽ റൊട്ടേഷൻ അല്ലെങ്കിൽ കർവ് ട്രാൻസ്ലേഷൻ്റെയും ഒരു അനലോജി എന്ന് പറയുന്നത് രണ്ടും തമ്മിലുള്ള ഒരു എന്താ പറയുക കമ്പാരിസൺ എന്ന് പറയുന്നത്. സോ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ആംഗുലർ മോഷനകത്ത് ω0 ആണ് കൊടുക്കുക. നമ്മൾ റെക്ടിലിനിയറിനകത്ത് u ആയിരുന്നു കൊടുത്തത്. സോ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗയാണ്. നമ്മൾ റെക്ടിലിനിയറിനകത്ത് v ആയിരുന്നു കൊടുത്തത്. സോ അതുപോലെ തന്നെ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആൽഫയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. എ ആണ് നമ്മുടെ റെക്ടിലിനിയറിനകത്ത് ആക്സിലറേഷൻ ഉപയോഗിച്ചത്. അപ്പോൾ വെലോസിറ്റിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ വരിക? v = ds/dt. സോ എസ് എന്ന് പറയുന്നത് ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ഇവിടെ എന്ന് പറയുന്നത് ω = dθ/dt ആണ്. സോ dθ എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത് എന്താ? ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ ആൻഡ് ദിസ് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എസ്. അതുപോലെ തന്നെ ആൽഫ എന്ന് പറയുന്നത് ആംഗുലർ ആക്സിലറേഷൻ ആണ്. അതെന്ന് പറഞ്ഞാൽ dω/dt ആണ്. ആൻഡ് a = dv/dt, സിമിലർ ടു ദാറ്റ് ഓഫ് സാധാരണ നമ്മൾ ആക്സിലേഷൻ എന്ന് പറയുന്നത് ലീനിയർ ആക്സിലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് ω = ω0 + α t. ഇറ്റ് ഈസ് സിമിലർ ടു v = u + at. ഓക്കെ, സോ അതുപോലെ തന്നെ ω² = v² + 2α × θ. അതായത് v² = u² + 2as. ഇതിനകത്ത് നോക്കിയാൽ മതി, എയും എസിനും പകരം ഇവിടെ ആൽഫയും തീറ്റയാണ്. സോ ആൽഫ എന്ന് പറയുന്നത് ആംഗുലർ ആക്സിലേഷനും തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, സോ ω എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, ω0 എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി. അതുപോലെ തന്നെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ എന്ന് പറയുന്നത് ω0t + ½ × α t², സിമിലർ ടു ദാറ്റ് ഓഫ് s = ut + ½ t². ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. സോ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റും റെക്ടിലിനിയർ ഡിസ്പ്ലേസ്മെൻറ്റുള്ള കമ്പാരിസൺ. സോ നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. കർവ് ലീനിയർ ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ഓൺ എ കർവ്ഡ് റോഡ് ഓഫ് റേഡിയസ് 600 meter and acquires by the end of the first 60 seconds of motion a speed of 24 km/h. Find the tangential and normal acceleration at the instant t = 30 seconds. So given data നമ്മൾ നോക്ക്. എന്താ കണ്ടുള്ളത്? കാർ സ്റ്റാർട്ട് ചെയ്യുന്നു റെസ്റ്റിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ v1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. സോ അതുകൊണ്ട് തന്നെ ω1 എന്ന് പറയുന്നെങ്കിൽ ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ 60 സെക്കൻഡ് കഴിഞ്ഞിട്ട് അതായത് v2 എന്ന് പറയുന്നത് 24 km/h ആണ്. സോ km/h നമുക്ക് m/s മാറ്റണം. എങ്ങനെ ചെയ്യാം? 24 × 5/18 m/s എന്ന് കിട്ടും. സോ km/h m/s മാറ്റാൻ വേണ്ടിയിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതെന്ന് പറഞ്ഞാൽ കിലോമീറ്റർ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മീറ്ററിലേക്കാക്കും. അതുപോലെ തന്നെ അവറിനെ സെക്കൻഡിലേക്കാൻ വേണ്ടിയിട്ട് 60 × 60 3600 എന്ന് കിട്ടും. സോ ചെയ്ത് കഴിഞ്ഞാൽ 5/18 സെയിം തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, സോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് m/s ഒരു വാല്യൂ കിട്ടും. ഓക്കെ, സോ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം v = r ω ആണ്. അതുപോലെ തന്നെ v2 എന്ന് പറയുന്നത് r × ω2 ആണ്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ കേർവ്ഡ് റോഡിൻ്റെ റേഡിയസ് ആണ് 600 എന്ന് പറയുന്നത്. സോ അത്രയും റേഡിയസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോഴുള്ള ആംഗുലർ വെലോസിറ്റിയാണ് ω2 എന്ന് പറയുന്നത്. 60 m/s 60 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള വെലോസിറ്റി v2ൽ. സോ v2 = r × ω2 ആണ്. സോ ആംഗുലർ വെലോസിറ്റി ω2 നമുക്ക് കിട്ടും, v2/r എന്ന് കിട്ടും. സോ അത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 0.011 radians/s എന്ന് കിട്ടും. അതായത് ആംഗുലർ വെലോസിറ്റിൻ്റെ ഒരു യൂണിറ്റ് ആണ് radians/s എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആംഗുലർ ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. സോ ആംഗുലർ ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം v = u + at എന്നൊരു ഇക്വേഷൻ. സോ ആംഗുലർ ആയിട്ടുള്ള വരുമ്പോൾ എന്താ വെച്ചാൽ ω2 = ω1 + α t. സോ ω1 എന്ന് പറയുന്നത് ഫൈനൽ ആംഗുലർ വെലോസിറ്റി, ω2 എന്ന് പറയുന്നത് ഫൈനൽ ആംഗുലർ വെലോസിറ്റിയും ω1 എന്ന് പറയുന്നത് ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റിയാണ്. സോ ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി 0 ആണ്. ഫൈനൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.011 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പ്ലസ് ആൽഫ × 60 എന്ന് കിട്ടും. സോ ഇതിനകത്ത് നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടും, വിച്ച് ഇസ് = 0.00018 radians/s² ആണ്. ഓക്കെ, സോ എല്ലാം സെക്കൻഡിലേക്ക് മാറ്റണം, അത് മറന്നു പോകും നിങ്ങൾ. ഓക്കെ, സോ നമുക്ക് പറഞ്ഞിട്ട് പിന്നെ t സെക്കൻഡിലുള്ള ഫൈൻഡ് ദ ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ ആക്സിലറേഷൻ അറ്റ് ദ ഇൻസ്റ്റന്റ് t = 30 സെക്കൻഡ്. സോ 30 സെക്കൻഡിലുള്ള ആംഗുലർ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അറ്റ് 30 സെക്കൻഡ്സ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ω = ω1 + α t ആണ്. സോ 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള ആംഗുലർ വെലോസിറ്റിയാണ് ω എന്ന് പറയുന്നത്.
വിച്ച് ഇസ് ഈക്വൽ ടു ω1 പ്ലസ് അല്ലെങ്കിൽ ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി പ്ലസ് ആൽഫ ഇൻറ്റു ടി. സോ ആൽഫ നമുക്ക് കിട്ടിയിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ ഇൻറ്റു 30, ടൈം എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡ്സ് ആണ്. ഇസ് ഈക്വൽ ടു 0.0055 റേഡിയൻസ് പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, സോ ഇനി നമുക്ക് ടാൻജൻഷ്യൽ കോമൺ ഓഫ് ആക്സിലറേഷൻ കിട്ടണം. സോ ടാൻജൻഷ്യൽ കോമൺ ഓഫ് ആക്സിലറേഷൻ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ടി ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, ആർ ഇൻറ്റു ആൽഫയാണ്. സോ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ, അല്ലെങ്കിൽ ആ ഒരു കർവേച്ചറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 600 ആണ് തന്നിട്ടുള്ളത്, മൾട്ടിപ്ലൈഡ് ബൈ 0.00018 എന്ന് കിട്ടും. ഓക്കെ, ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും, 0.108 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ എ ടി ഇസ് ദ ടാൻജൻഷ്യൽ കോമൺ ഓഫ് ആക്സിലറേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു 0.108 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, സോ ഇതുപോലെ നോർമൽ കോമ്പണൻറ്റ് ഓഫ് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അങ്ങനെ നോർമൽ കോമ്പണൻറ്റ് ഓഫ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ എൻ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ ആണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നോർമൽ കോമ്പണൻറ്റ് ഓഫ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ ആണ്. സോ ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് 30 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുള്ള ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് 0.0055 ആണ് തന്നിട്ടുണ്ട് റേഡിയൻസ് പെർ സെക്കൻഡ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0.0055 സ്ക്വയർ ഇൻറ്റു 600 എന്താ കിട്ടുക, 0.018 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. സോ നമുക്ക് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണിത്. ഇതുപോലത്തെ പ്രോബ്ലംസ് ചോദിക്കും, നിങ്ങൾ എന്തായാലും ഇത് തെറ്റിക്കാൻ പാടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. നമ്മൾ പണ്ട് +2 അല്ലെങ്കിൽ +1 പഠിച്ചിരിക്കുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇതിൽ ചോദിക്കാറുള്ളത് അധികവും. സോ ഈ ഒമേഗ ആക്സിലറേഷൻ വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, സോ തെറ്റിക്കരുത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം നമുക്ക്. A car starts from rest on a curved road of 250 meter radius and accelerates at a constant tangential acceleration of 0.6 meter per second square. Determine the distance and the time for which that car will travel before the magnitude of the total acceleration attained by it becomes 0.75 meter per second square. സോ ഇതിനെന്താ പറഞ്ഞിട്ടുള്ളത്, ആദ്യം ക്വസ്റ്റ്യൻ കണ്ടിട്ട് മനസ്സിലാക്കാം. അതായത് ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുന്നു, എ എന്നുള്ള പോയിന്റിൽ നിന്ന് ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കേർവ്ഡ് റോഡാണ്, അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 250 മീറ്റർ ആണ്. ഓക്കെ, ഒരു സെൻറ്റർ പോയിന്റ് സെൻറ്ററിൽ നിന്നുള്ള റേഡിയസ് ആണ് 250 മീറ്റർ വന്നിട്ടുണ്ട്. ആക്സിലറേറ്റ് ചെയ്യുന്നു അറ്റ് കോൺസ്റ്റന്റ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ, അതായത് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഇതിൻ്റെ അകത്തുള്ള മാറുന്നില്ല. എയിൽ നിന്ന് ബിയിലേക്ക് അത് ആക്സിലറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നു. സോ കോൺസ്റ്റന്റ് ആണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അത് 0.6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ഡിറ്റർമിൻ ദ ഡിസ്റ്റൻസ് ആൻഡ് ദ ടൈം ഫോർ വിച്ച് ദാറ്റ് കാർ വിൽ ട്രാവൽ ബിഫോർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടോട്ടൽ ആക്സിലറേഷൻ. സോ ഇവിടെ ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ബിയിലെത്തുമ്പോഴത്തേക്കും ഇത് കൂടിയിട്ട് എത്ര വരും, 0.75 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയി മാറുന്നു. സോ അതേസമയം തന്നെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഉണ്ടാകുന്ന ബിയിൽ എന്ന പോയിന്റിൽ എത്തുമ്പോഴുള്ള ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0.6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പക്ഷേ ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0.75 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ എന്താണ് ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ വെക്ടർ സം ഓഫ് എന്താ പറയുക നോർമൽ കോമ്പണൻറ്റ് ഓഫ് ആക്സിലറേഷൻ ആൻഡ് ടാൻജൻഷ്യൽ കോമ്പണൻറ്റ് ഓഫ് ആക്സിലറേഷൻ. അതായത് എ എന്ന് പറയുന്നത് ടോട്ടൽ ആക്സിലറേഷൻ കോമ്പണൻറ്റ് ആണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു √AN² പ്ലസ് AT² ആണെന്ന് പറയാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ A² ഇസ് ഈക്വൽ ടു AN² പ്ലസ് AT² ആണെന്ന് പറയാം. ഓർ AN² ഇസ് ഈക്വൽ ടു A² മൈനസ് AT². സോ ഇവിടെ ടോട്ടൽ കോമ്പണൻറ്റ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0.75 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0.75 സ്ക്വയർ മൈനസ് ടാൻജൻഷ്യൽ കോമ്പണൻറ്റ് ഓഫ് ആക്സിലറേഷൻ എന്താ 0.6 ആണ്. സോ 0.6 സ്ക്വയർ എന്ത് കിട്ടും, 0.2025 എന്ന് കിട്ടും. അതായത് AN² എന്ന് പറയുന്നത് 0.2025 എന്ന് കിട്ടി. സോ AN² ഇസിക്കൽ ടു 0.2025 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്, ഡിറ്റർമിൻ ദ ഡിസ്റ്റൻസ് ആൻഡ് ദ ടൈം ഫോർ വെച്ച് എത്ര ടൈം എടുക്കും ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എത്താനും, അതുപോലെ തന്നെ ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0.75 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആവാനും വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും, എത്ര ഡിസ്റ്റൻസ് എടുക്കും, അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് നോക്കാം. നോർമൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് AN ഇസിക്കൽ ടു എന്താണ് ω2 സ്ക്വയർ ഇൻറ്റു R ആണ്. സോ എറ്റ് ബി ആണ്. സോ എറ്റ് ബി ആയതുകൊണ്ട് തന്നെ ω2 എന്ന് എടുക്കാം. ഓക്കെ, സോ റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എ എന്നുള്ള പോയിന്റ് നമ്മൾ എടുക്കുന്നില്ല, ബി എന്നുള്ള പോയിന്റിലാണ് നമ്മൾ നോക്കുന്നത്. സോ ബിയിലുള്ള നോർമൽ കോമ്പണൻറ്റ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ω2 സ്ക്വയർ ഇൻറ്റു R ആണ്. സോ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരിക, AN എന്ന് പറഞ്ഞാൽ എന്താ വരിക, √0.2025 അല്ലേ. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു 0.45. അതായത് ω2 സ്ക്വയർ ഇൻറ്റു R ഇസ് ഈക്വൽ ടു 0.45 എന്ന് കിട്ടി. സോ ആംഗുലർ വെലോസിറ്റി ω2 എന്ത് വരും, √AN/R എന്ന് എഴുതാൻ പറ്റും അല്ലേ. സോ AN ഇസ് ഈക്വൽ ടു ω2 സ്ക്വയർ ഇൻറ്റു R ഇസ് ഈക്വൽ ടു 0.45 ആണ്. സോ ω2 എന്ന് പറയുന്നത് എന്താ, √AN/R എന്ന് വരും. സോ AN എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.45 ആണ്. R എന്ന് പറയുന്നത് 250 മില്ലിമീറ്റർ ആണ്. സോ ചെയ്ത് കഴിഞ്ഞാൽ 0.0424 റേഡിയൻസ് പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ,
സോ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കോമ്പണൻറ്റ് ബി അറ്റ് ബി എന്ന് പറഞ്ഞാൽ എന്താ, ടി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, 0.6 m/s² ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ആർ ആൽഫ. സോ എ ടി എന്ന് പറയുന്നത് ആർ ആൽഫയാണ്, അതുപോലെ തന്നെ എ എൻ എന്ന് പറയുന്നത് ω² × r ആണ്. ഓക്കെ, സോ എ ടി ആർ ആൽഫ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആംഗുലർ ആക്സിലറേഷൻ ആൽഫ എന്ന് പറഞ്ഞാൽ എന്ത് വരും, എ ടി ബൈ ആർ എന്ന് വരും. ഓക്കെ, എ ടി എന്ന് പറയുന്നത് 0.6 ആണ്, ആർ എന്ന് പറയുന്നത് 250 ആണ്. സോ 0.0024 radians/s² എന്ന് കിട്ടും ആംഗുലർ ആക്സിലറേഷൻ. ഇനി നമുക്ക് ടൈം കണ്ടുപിടിക്കണം. സോ ω2 എന്ന് പറയുന്നത്, സോ ഇവിടെ ω1 നിന്ന് ω2ലേക്ക് എടുക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ω2 = ω1 + α t, അതായത് v = u + at എന്നുള്ള ഫോമിൽ. സോ ω2 = ω1 + α t. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ω2 എന്ന് പറയുന്നത് 0.0424 ആണ്, ഈക്വൽ ടു ω1 എന്ന് പറയുന്നത് റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ω1 എന്ന് പറയുന്നത് 0 ആണ്, ആൽഫ എന്ന് പറയുന്നത് 0.0024 ആണ്, മൾട്ടിപ്ലൈഡ് ബൈ ടി. സോ ചെയ്ത് കഴിഞ്ഞാൽ ടൈം ട്രാവൽ ടി = 0.0424 ഡിവൈഡ് ബൈ 0.0024 എന്ന് കിട്ടും, വിച്ച് ഈക്വൽ ടു 17.67 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. സോ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കാനുള്ളത് ഈ എസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ്, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഈ കേർവ്ഡ് പാത്തിൻ്റെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക, ഇതെന്ന് പറയുന്നത് നമുക്ക് ആർക്ക് ലെങ്ത് ആണ് ശരിക്കും. സോ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ എന്താ, റേഡിയസ് മൾട്ടിപ്ലൈഡ് ബൈ തീറ്റയാണ് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർ തീറ്റയാണ് ആർക്ക് ലെങ്ത് എ ബി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, തീറ്റ = ω1t + ½ × α_t² എന്ന് എഴുതാൻ പറ്റും, അതായത് s = ut + ½ എന്നുള്ള ഫോമിൽ. സോ ഇതിനകത്ത് ω1 എന്ന് പറഞ്ഞാൽ 0 ആണ്, ബാക്കി നമുക്ക് എന്ത് ചെയ്യും, ½ × ആൽഫ എന്ന് പറഞ്ഞാൽ എഴുതി മൾട്ടിപ്ലൈഡ് ബൈ t² എന്ന് എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു 0.375 റേഡിയൻ എന്ന് കിട്ടി. സോ അത്രയും, അതാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് റേഡിയൻസിൽ. നമുക്ക് ഇവിടെ കിട്ടുക റേഡിയൻസിലാണ്. സോ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എസ് എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും, ആർ തീറ്റയാണ്. സോ ആർ എന്ന് പറഞ്ഞാൽ 250 mm ആണ്, മൾട്ടിപ്ലൈഡ് ബൈ 0.375. സോ എപ്പോഴും ഇവിടെ റേഡിയൻസിലുള്ള സംഭവം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ നമുക്കിവിടെ മീറ്ററിൽ ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, സോ ആംഗിൾ മറ്റേ ഡിഗ്രിയിൽ എടുത്താൽ പറ്റില്ല, ഡിഗ്രിയിൽ കിട്ടാൻ പാടില്ല, റേഡിയൻസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് 93.75 മീറ്റർ എന്ന് കിട്ടി. സോ നമ്മൾ കണ്ടുപിടിക്കാനുള്ള എല്ലാം കണ്ടുപിടിച്ചല്ലോ, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ചു, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ചു, പിന്നെ ആംഗുലർ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു, ടൈം കണ്ടുപിടിച്ചു. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലമാണ്, ഇതൊന്ന് ചെയ്ത് നോക്കാം നിങ്ങൾ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. സോ എ കാർ enters a curved portion of the road in the form of a quarter of a circle of radius 100 meter at 18 km/h and leaves at 36 km/h. If the car is traveling with a constant tangential acceleration, find the magnitude and direction of acceleration when the car enters and leaves the curved portion of the road. അതായത് ഒരു കാറ് ഒരു കേർവ്ഡ് പോർഷനിലേക്ക് എൻ്റർ ചെയ്യുന്നു, അതിൻ്റെ ലീനിയർ ആയിട്ടുള്ള ആക്സിലേഷൻ അല്ലെങ്കിൽ ലീനിയർ ആയിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് 5 m/s ആണ്, അതായത് 18 km/h ആണ്. അത് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് 5 m/s കിട്ടുന്നു, അതായത് v1 എന്ന് പറയുന്നത് 5 m/s ആണ്. നമുക്കിവിടെ km/hലാണ് തന്നിട്ടുള്ളത്. സോ km/h ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ m/s മാറണം. എങ്ങനെ, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 5 m/s എന്ന് കിട്ടും. അതുപോലെ തന്നെ ലീവ് ചെയ്യുന്നത് എത്രയാണ് 36 km/h. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് 10 m/s എന്ന് കിട്ടും. ഓക്കെ, സോ v2 എന്ന് പറയുന്നത് 10 m/s ആണ്, ഒരു കേർവ്ഡ് പോർഷനാണ്, കോർണർ ഓഫ് എ സർക്കിളാണ്. സോ ഇവിടെ നിന്ന് എൻ്റർ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ലീവ് ചെയ്യുന്നു. സോ അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ 100 മീറ്റർ ആണ്. സോ എന്താ കണ്ടുപിടിക്കാൻ പറ്റുള്ളത്, ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ആക്സിലേഷൻ വെൻ ദ കാർ എൻറ്റേഴ്സ് ആൻഡ് ലീവ്സ്. ഓക്കെ, സോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, നമുക്കറിയാം ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് കണ്ടുപിടിച്ചു. സോ ലീനിയർ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ m/s കിട്ടിക്കഴിഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി അറ്റ് എൻട്രൻസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ v1 = 5 m/s ആണ്. സോ ω1 = v1/r അല്ലെങ്കിൽ v/r = 5/100 എന്ന് കിട്ടും. r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് 100. സോ 0.05 radians/s കിട്ടി. അതുപോലെ തന്നെ ലീനിയർ വെലോസിറ്റി ഓഫ് ദ കാർ വെൻ ദ ലീവ്സ് പോർഷൻ എന്ന് പറയുന്നത് 36 km/h ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 10 m/s അവിടെ കിട്ടി. v2 എന്ന് പറയുന്നത് 10 m/s കിട്ടി. സോ നോർമൽ കോമ്പണൻറ്റ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും, നോർമൽ കോമ്പണൻറ്റ് അല്ല, ആംഗുലർ വെലോസിറ്റി വെൻ ദ കാർ ലീവ്സ് ദ റോഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ω2 = v2/r എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10/100 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 0.1 radians/s. സോ ω1 കിട്ടി, ω2 കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്,
നോർമൽ കോമൺ ഓഫ് ആക്സിലറേഷൻ വെൻ ദ കാർ എൻറ്റേഴ്സ്. സോ ഒമേഗ 1 കിട്ടിക്കഴിഞ്ഞാൽ നോർമൽ കോമൺ ഓഫ് ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എൻ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ ആണ്. അതായത് ഒമേഗ 1 സ്ക്വയർ ഇൻറ്റു ആർ ആണ്. സോ ഇവിടുത്തെ നോർമൽ കോമൺ ഓഫ് ആക്സിലറേഷൻ കിട്ടും. ഇസ് ഈക്വൽ ടു ഒമേഗ 1 സ്ക്വയർ ഇൻറ്റു ആർ ആണ്. ഇസ് ഈക്വൽ ടു 0.05 സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ 100 ഇസ് ഈക്വൽ ടു 0.25 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നോർമൽ കോമൺ ഓഫ് ആക്സിലറേഷൻ വെൻ ദ കാർ ലീവ്സ് എൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇസ് ഈക്വൽ ടു ഒമേഗ 2 സ്ക്വയർ ഇൻറ്റു ആർ. സോ ഒമേഗ 2 ആണ് ഇവിടെയുള്ള ലീവ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 0.1 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ 100 ഇസ് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. സോ എൻ എന്ന് പറയുന്നത് വെൻ എൻറ്റേഴ്സ് എന്ന് പറയുന്നത് 0.25 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എൻ അല്ലെങ്കിൽ നോർമൽ കോമൺ ഓഫ് ആക്സിലറേഷൻ വെൻ ദ കാർ ലീവ്സ് എന്ന് പറയുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ഇനി എന്താ കണ്ടുപിടിക്കാനുള്ളത്? ടോട്ടൽ കോമൺ ഓഫ് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. സോ നമുക്കറിയാം ഒമേഗ 1 ഇസ് ഈക്വൽ ടു 0.05 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ഒമേഗ 2 ഇസ് ഈക്വൽ ടു 0.1 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. തീറ്റ എന്ന് പറയുന്നത് എന്താ? ഇവിടെ നിന്ന് ഇവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്വാർട്ടർ ഓഫ് എ സർക്കിളാണ്. സോ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വരും π/4 എന്ന് വരും. അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. അതുപോലെ തന്നെ ഒമേഗ 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആൽഫ ഇൻറ്റു തീറ്റയാണ്. സോ ഒമേഗ 2 എന്ന് പറയുന്നത് 0.1 സ്ക്വയർ എന്ന് വരും. ഒമേഗ 2 നമുക്കറിയാം ഈക്വൽ ടു 0.05 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആൽഫ ഇൻറ്റു π/4. സോ ഇതിനകത്ത് അൺനോൺ ആയിട്ടുള്ളത് ആൽഫ മാത്രമാണ്. സോ ആൽഫ കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? ആൽഫ ഇസ് ഈക്വൽ ടു 0.0024 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. സോ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം റേഡിയനിലും സെക്കൻഡിലും ആക്കി മാറ്റണം. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡിലുള്ളൊക്കെ എന്താ പറയുക, കിലോമീറ്റർ പെർ അവറിലുള്ളൊക്കെ മീറ്റർ പെർ സെക്കൻഡിലോ അല്ലെങ്കിൽ സെക്കൻഡിലോ മീറ്റർ പെർ സെക്കൻഡിലോ ആക്കി മാറ്റണം. ഓക്കെ, സോ അങ്ങനെയാകുമ്പോൾ നമുക്ക് ആൽഫ എന്ന് പറയുന്നത് 0.0024 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. സോ ടാൻജൻഷ്യൽ കോമൺ ഓഫ് ആക്സിലറേഷൻ എന്താ വരിക? AT ഇസ് ഈക്വൽ ടു ആർ ആൽഫയാണ്. സോ ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് AT കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? സോ AT ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 0.0024 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 0.24 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അതായത് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ആക്സിലറേഷൻ ഓഫ് ദ കാർ വെൻ ഇറ്റ് എൻറ്റേഴ്സ് ദ റോഡ് ഈസ് ദ വെക്റ്റർ സം ഓഫ് നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. അതായത് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതിനുള്ള രണ്ട് കോമ്പണൻ്റ് എന്ന് പറയുന്നത് ഒന്ന് ടുവേഴ്സ് ദ സെൻറ്റർ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതാണ് AN എന്ന് പറയുന്നത്. സോ ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ മേലേക്കാണ് വെലോസിറ്റി വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു സെൻറ്ററിലേക്ക് ടുവേഴ്സ് സെൻറ്ററിലേക്കുള്ള ആക്സിലേഷനാണ് അതിൻ്റെ എന്താ പറയുക സെൻട്രിപെറ്റൽ കോമൺ ഓഫ് ആക്സിലേഷൻ അല്ലെങ്കിൽ നോർമൽ കോമൺ ഓഫ് ആക്സിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ടാൻജൻഷ്യലായിട്ട് ആക്ട് ചെയ്യുന്ന ആക്സിലേഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ആക്സിലേഷൻ എന്ന് പറയുന്നത് AT എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻജൻഷ്യൽ കോമൺ ഓഫ് ആക്സിലേഷൻ. അതിൻ്റെ രണ്ടിൻ്റെ വെക്റ്റർ സമമായിരിക്കും അവിടെയുള്ള ടോട്ടൽ ആക്സിലേഷൻ A എന്ന് പറയുന്നത്. സോ A എന്ന് പറയുന്നത് വരും റൂട്ട് ഓഫ് AT സ്ക്വയർ പ്ലസ് AN സ്ക്വയർ ആണ്. സോ AT എന്ന് പറയുന്നത് എൻ്റർ ചെയ്യുമ്പോഴുള്ള ടാൻജൻഷ്യൽ കോമൺ ഓഫ് ആക്സിലേഷൻ എന്ന് പറയുന്നത് 0.24 പ്ലസ് നോർമൽ കോമൺ ഓഫ് ആക്സിലേഷൻ എന്ന് പറയുന്നത് 0.25 സ്ക്വയർ. സോ എൻ്റർ ചെയ്യുമ്പോഴുള്ള നോർമൽ കോമൺ ഓഫ് ആക്സിലേഷൻ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, 0.25 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.35 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. സോ ദ ഡയറക്ഷൻ എങ്ങനെ കിട്ടുക? ഇതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടുക? സോ ഇത് ട്രയാങ്കിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ tan θ1 is equal to AN/AT ആണ്. സോ ഇതെന്ന് പറയുന്നത് AT ആണ്. സോ AN/AT ആണ്, AT/AN ആണ് tan θ1 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, ദാറ്റ് ഈസ് tan θ1. സോ θ1 എന്ന് പറയുന്നത് കിട്ടും tan ഇൻവേഴ്സ് AT/AN ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 43.683 എന്ന് കിട്ടും. ഈ ആംഗിൾ എന്ന് പറയുന്നത് 43.83 എന്ന് കിട്ടും. സോ അതുപോലെ തന്നെ നമുക്ക് when the car leaves the road the constant tangential acceleration എന്ന് പറയുന്നത് AT is equal to 0.24 തന്നെയാണ്. സോ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മാറുന്നില്ല, അത് എൻ്റർ ചെയ്യുമ്പോൾ ലീവ് ചെയ്യുമ്പോഴും സെയിം കോൺസ്റ്റന്റ് തന്നെയാണ്. ഓക്കെ, പക്ഷെ ഇവിടെ നോർമൽ കോമൺ ഓഫ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. നോർമൽ കോമൺ ഓഫ് ആക്സിലറേഷൻ when the car leaves എന്ന് പറയുന്നത് AN is equal to 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ സോ ടോട്ടൽ കോമൺ ഓഫ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ A is equal to root of AT സ്ക്വയർ പ്ലസ് AN സ്ക്വയർ ആണ്, is equal to root of 0.24 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ is equal to 1.03 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. ആൻഡ് ഡയറക്ഷൻ എന്ത് കിട്ടും? tan θ2 is equal to, സോ ഇതിങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് ഈ ഒരു ഡയറക്ഷനിലാണ് അതിൻ്റെ ടാൻജൻഷ്യൽ കോമൺ ഓഫ് ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോർമൽ കോമൺ എങ്ങനെ വരിക? ഇവിടെ നിന്ന് സെൻറ്ററിലേക്ക് ടുവേർഡ്സ് സെൻറ്ററിലായിരിക്കും.
ഏത് സെൻറ്റർ വെച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ആ സെൻറ്ററിലേക്കായിരിക്കും നമ്മൾ നോർമൽ കൗണ്ടർ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സോ അത് താഴേക്കാണ് ആക്ട് ചെയ്യുക എപ്പോഴും. സോ കാർ ഇങ്ങനെയാണ് മൂവ് ചെയ്യാൻ നോക്കുന്നത്. സോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് സെറ്റ് ടുവേർഡ്സ് സെൻറ്റർ ഓഫ് റൊട്ടേഷനിലേക്കായിരിക്കും എ എൻ ആക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടാണ് എന്ന് പറഞ്ഞാൽ എ ഇതാണ്. സോ θ2 നമുക്ക് കണ്ടുപിടിക്കണം. θ2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? tan θ2 80/n വരും. ഇസ് ഈക്വൽ ടു 0.24/1 എന്ന് വരും. ഇസ് ഈക്വൽ ടു 0.24. സോ θ2 എന്ന് പറയുന്നത് 13.5 ഡിഗ്രി എന്ന് കിട്ടും. സോ അതാണ് θ2 എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ് ഇത്. ആക്ച്വലി കൺഫ്യൂഷനായിട്ട് തോന്നുന്നതാണ്. അതൊന്ന് ചെയ്തിട്ട് നോക്കണം. നിങ്ങളൊന്ന് 2 പ്രാവശ്യം ഈ പ്രോബ്ലം നിങ്ങളൊന്ന് കേട്ട് നോക്കാം. എന്നിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കാം. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇത് എഴുതി തന്നെ പഠിക്കണം. എഴുതി തന്നെ ഓരോ സംഭവങ്ങൾ എഴുതി തന്നെ പഠിക്കണം, എന്നാലേ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം നമുക്ക്. സോ ഒരു പ്രോബ്ലം നോക്കാം. എ കാർ enters a curved portion of the road of radius 200 meter, traveling at a constant speed of 36 km/h. Determine the components of velocity and acceleration of the car in the x and y direction 15 seconds after it has entered the curved portion of the road. അതൊരു കാറ് ഒരു കേർവ്ഡ് പോർഷൻ റോഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതായത് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് സ്പീഡാണ് വിത്ത് എ വാല്യൂ ഓഫ് 36 km/h. സോ 36 km/h എന്ന് പറഞ്ഞാൽ 10 m/s ആണ്. അതായത് വി ടി എന്ന് പറയുന്നത് 10 m/s ആണ്. അത് എൻ്റർ ചെയ്യുന്നു കേർവ്ഡ് പോർഷനിലേക്ക്. 15 സെക്കൻഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്, 15 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ളത്. സോ അവിടെയുള്ള ആ പോയിന്റിലുള്ള ഇതിൻ്റെ എക്സ് ആൻഡ് വൈ ഡയറക്ഷനിലുള്ള ആക്സിലറേഷനും വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. സോ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് കാർ മൂവ് ചെയ്യുന്നു യൂണിഫോം സ്പീഡിലാണ്. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റി ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് യൂണിഫോം വെലോസിറ്റിയാണ് യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ dv 0 ആണ്. അതുപോലെ തന്നെ 15 സെക്കൻഡ് കഴിഞ്ഞാലും അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഇവിടെയുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് 10 m/s തന്നെയായിരിക്കും. അതായത് വി ടി സിക്കൽ 10 m/s ആണ് എൻ്റർ ചെയ്യുമ്പോഴുള്ളത്. അത് തന്നെയായിരിക്കും 15 മിനിറ്റ് അല്ല 15 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള പൊസിഷനിലെത്തുമ്പോഴുള്ള വെലോസിറ്റിയും. അത് ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇതിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദ വെലോസിറ്റി ഈസ് ടാൻജൻഷ്യൽ ടു ദ കേർവ്ഡ് പാത്ത്. സോ അങ്ങനെയാണെങ്കിൽ ഇതും എക്സോ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയാണ് എന്ന് കരുതുക നമ്മൾ. സോ ഈ വെലോസിറ്റി കോമ്പണൻ്റ് എന്നാൽ ടാൻജൻഷ്യൽ കോമ്പണൻ്റ് ഓഫ് വെലോസിറ്റിയാണ്. അത് ആണ് 10 m/s എന്ന് പറയുന്നത്. ഓക്കെ, അതും എക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആൽഫ എന്ന് പറയുന്നത്. അതായത് ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ ഒരു പോയിന്റ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന എന്താ പറയുക വെലോസിറ്റി എന്ന് പറയുന്നത് അതിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെയും അതുപോലെ തന്നെ ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് ഈ പോയിന്റിൽ. സോ അങ്ങനെയാണെങ്കിൽ ടാൻജൻഷ്യൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ വെലോസിറ്റിയും എക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് നമ്മൾ ആൽഫ എന്ന് വിചാരിക്കുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആൽഫ ഇൻക്ലിനേഷൻ ആണെങ്കിൽ വിത്ത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു 90 - θ ആയിരിക്കും. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. കാരണം ഈ ഇവിടെ നിന്ന് ഇവിടേക്ക് എത്താനുള്ള ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് 15 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുള്ള ഇതിനുണ്ടാകുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആകുന്നത് തീറ്റയാണ്. സോ ഇത് തീറ്റയാവുമ്പോൾ ഈ ആംഗിളും തീറ്റയാവും. സോ ഇത് നമ്മൾ പറയുന്നത് വി ടിയും ഈ ഒരു ലൈനുമായിട്ടുള്ള അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. കാരണം ഇവിടെ നിന്ന് ഇവിടത്തേക്ക് നമ്മൾ സെൻറ്റർ ഓഫ് റൊട്ടേഷനിലേക്കാണ് ലൈൻ വരച്ചിരിക്കുന്നത്. സോ ഈ കേർവിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ ഈ കേർവിന് ടാൻജൻഷ്യൽ ആയിട്ടാണ് അതിൻ്റെ ഈ ഒരു വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സോ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് എന്ത് വരും? 90 - θ എന്ന് വരും. ഓക്കെ, സോ തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആഫ്റ്റർ 15 സെക്കൻഡ് ആണ്. സോ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ? ഒമേഗ ഇൻറ്റു ടി ആണ്. അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അതായത് θ/t ആണ്. സോ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി ആണ്. സോ ആംഗുലർ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടുത്തെ ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് 10 m/s ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗുലർ വെലോസിറ്റി എന്ത് വരും? 10/200 എന്ന് വരും. 200 എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. സോ 10/200 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/20 radians/s എന്ന് കിട്ടും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? ഒമേഗയ്ക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തീറ്റ ഈസ് ഈക്വൽ ടു 1/20 × 15 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 0.75 റേഡിയൻസ് എന്ന് കിട്ടും. അതിന് നമ്മൾ ഡിഗ്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 42.97 ഡിഗ്രി എന്ന് കിട്ടും. സോ നമുക്ക് തീറ്റ എന്ന് പറയുന്നത് ഡിഗ്രിയിൽ കിട്ടി, 42.97 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അടുത്തതായിട്ട്
നമുക്കറിയാം ആൽഫ ഇസ് ഈക്വൽ ടു 90 മൈനസ് തീറ്റയാണ്. സോ അങ്ങനെയാണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു 90 മൈനസ് 42.97 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 47.03 എന്ന് കിട്ടും. ഓക്കെ, സോ കോമ്പണൻറ്റ് നമുക്കിപ്പം ഇവിടെ ആംഗിൾ ആൽഫ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ വെലോസിറ്റിയുടെ കോമ്പണൻറ്റ് അലോങ് എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. സോ കോമ്പണൻറ്റ് ഓഫ് ദിസ് വെലോസിറ്റി 10 m/s അലോങ് എക്സ് ആക്സ് എന്താ വരിക? ഇസ് ഈക്വൽ ടു വി ടി കോസ് ആൽഫയാണ്. വി ടി കോസ് ആൽഫയാണ് ഇവിടെ വരിക. ഇസ് ഈക്വൽ ടു വി ടി എന്ന് പറയുന്നത് 10 ആണ്, മൾട്ടിപ്ലൈഡ് ബൈ കോസ് ഇൻറ്റു ആൽഫ എന്ന് പറയുന്നത് 47.03 ആണ്. സോ 6.82 m/s എന്ന് കിട്ടി. വെലോസിറ്റി ഓഫ് ദിസ് അല്ലെങ്കിൽ കോമ്പണൻറ്റ് ഓഫ് വെലോസിറ്റി അലോങ് എക്സ് ആക്സ് എന്ന് പറയുന്നത്. സോ കോമ്പണൻറ്റ് ഓഫ് വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു വി ടി സൈൻ ആൽഫയാണ്. വൈ ഡയറക്ഷനുള്ള ഇതിൻ്റെ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് വി ടി സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു സൈൻ 47.03 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 7.32 m/s. ഓക്കെ, സോ ഡി വി എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് തന്നെ ടാൻജൻഷ്യൽ കോമ്പണൻറ്റ് ആക്സിലറേഷൻ എന്ത് വരും? എ ടി ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ടാൻജൻഷ്യൽ കോമ്പണൻറ്റ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ഓക്കെ, സോ ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് ഡി വി 0 ആയതുകൊണ്ട് തന്നെ എ ടി എന്ന് പറയുന്നത് 0 ആയിട്ട് വരും. സോ ടാൻജൻഷ്യൽ കോമ്പണൻറ്റ് ഓഫ് ആക്സിലറേഷൻ ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, സോ നോർമൽ കോമ്പണൻറ്റ് ഓഫ് ആക്സിലറേഷൻ എന്താ വരിക? എ എൻ എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ ആണ്, അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ എന്ന് പറയാൻ പറ്റും. ഈ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഓക്കെ, അതൊന്ന് ഓർമ്മിച്ച് നോക്കണം. സോ അങ്ങനെയാണെങ്കിൽ വി എന്ന് പറയുന്നത് 10 ആണല്ലോ. വി എന്ന് പറയുന്നത് യൂണിഫോം വെലോസിറ്റി ആണ്, 10 m/s ആണ്. ദാറ്റ് ഇസ് 10 സ്ക്വയർ ബൈ 200 എന്ന് കിട്ടും. ആർ എന്ന് പറയുന്നത് 200 ആണ്, റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദിസ് കർവ് പാത്ത്. സിക്കൽ 0.5 m/s² എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ ആക്സിലറേഷൻ ഇക്വൽ ടു എ ഈക്വൽ ടു റൂട്ട് ഓഫ് എ ടി സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ആണ്. സോ എ ടി 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് എ ഇസ് ഈക്വൽ ടു എ എൻ എന്ന് പറയാൻ പറ്റും. അതായത് ടോട്ടൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു നോർമൽ കോമ്പണൻറ്റ് ഓഫ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 0.5 m/s² എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മുടെ ഈ ആക്സിലറേഷൻ എ എൻ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ ആക്സിസ്. സോ എൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആക്സിസ് തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ ആക്സിസ് എക്സ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ കോമ്പണൻറ്റ് ഓഫ് ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ എന്ത് വരും? എ കോസ് തീറ്റ എന്ന് വരും. ഈ ഡയറക്ഷനിലുള്ള എ എൻ കോസ് തീറ്റ അല്ലെങ്കിൽ എ കോസ് തീറ്റ എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു 0.5 കോസ് 42.97 എന്ന് വരും. സോ തീറ്റ എന്ന് പറയുന്നത് 42.97 ആണ്. അത് നമുക്ക് 0.37 m/s² എന്ന് കിട്ടും. ഓക്കെ, സോ കോമ്പണൻറ്റ് ഓഫ് ആക്സിലറേഷൻ ഇൻ ദ വൈ ഡയറക്ഷൻ എന്ത് വരും? എ സൈൻ തീറ്റ വരും. സോ ഇത് കോസ് തീറ്റ ആണെങ്കിൽ വൈ ഡയറക്ഷനിൽ എ സൈൻ തീറ്റ വരും. ഇത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. സോ അങ്ങനെയാണെങ്കിൽ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് എ സൈൻ തീറ്റ വരും. ഇസ് ഈക്വൽ ടു 0.5 സൈൻ 42.97 എന്ന് വരും. ഓക്കെ, ഇസ് ഈക്വൽ ടു 0.34 m/s² എന്ന് കിട്ടും. സോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കോമ്പണൻറ്റ് ഓഫ് ആക്സിലറേഷൻ ഇൻ എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ, അതുപോലെ തന്നെ കോമ്പണൻറ്റ് ഓഫ് വെലോസിറ്റി ഇൻ എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണിത്. ഇത് ഒന്നും കൂടെ ഇത് കേട്ട് നോക്കുക, എന്നിട്ടൊന്ന് എഴുതി പഠിക്കുക, എന്നാലേ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ 2 പ്രോബ്ലം തരാം ഹോംവർക്കായിട്ട്. ഈ 2 പ്രോബ്ലം ഞാൻ പി പി ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് നോക്കാം. സോ ഈ രണ്ടൊന്നും ചെയ്ത് നോക്കാം. ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ അയച്ചു തരാം. ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയും മതി. ബാക്കി നമുക്ക് നാളെ ക്ലാസ് നോക്കാം. ഓക്കെ, ശരി.